നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണന മൂലമാണ് കേരളത്തിലെ അനേകം നെയ്ത്തുഗ്രാമങ്ങൾ ഇല്ലാതായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായി ഭരണക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നില്ല. പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം. പ്രതിസന്ധിയിലായ വസ്ത്ര വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ. മണ്ണൂരിൽ ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനത്തിൽ അപാകതയാരോപിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകണമെന്നും റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകണമെന്നും പ്രധാന ആവശ്യം. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു. കലാമണ്ഡലം ഭരതനാട്യ വിഭാഗത്തിൽ പുരുഷ അധ്യാപക നിയമനം ഇതാദ്യം. വാർത്തകൾ വിശദമായി. ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണനയാണ് കേരളത്തിലെ അനേകം നെയ്ത്ത് ഗ്രാമങ്ങൾ ഇല്ലാതാകാൻ കാരണമായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ. പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായല്ല സർക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നതെന്നും TS പട്ടാഭിരാമൻ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ അഭിരുചിയെയും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് മാറ്റമുണ്ടാക്കിയില്ലെങ്കിൽ ചെറുകിട വസ്ത്രവ്യാപാര മേഖല ഇല്ലാതാകുമെന്നും TS പട്ടാഭിരാമൻ ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വസ്ത്രനിർമ്മാണ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ്. വസ്ത്രം അവശ്യവസ്തുവാണെന്ന നിലയിൽ കാണുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട സർക്കാർ വസ്ത്രവ്യാപാരികൾക്കുമേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. കൃത്യമായ ഇടപെടലുകളും സഹായവും ഇല്ലാതായതോടെ കേരളത്തിലെ അനേകം നെയ്ത്ത് ഗ്രാമങ്ങൾ നാമാവശേഷമായി. നികുതി വർധനവും അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടിയതും വസ്ത്രവ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പ്രകൃതിക്ക് ദോഷം വരാത്തതും മനുഷ്യർക്ക് അത്യാവശ്യവുമായ വസ്ത്രനിർമ്മാണ മേഖലയിൽ കേരളത്തിന് ഏറെ മുന്നേറാനാവുമെങ്കിലും സർക്കാർ ആ വഴിക്ക് ചിന്തിക്കുന്നില്ലെന്നും TS പട്ടാഭിരാമൻ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും ചേർത്ത് നിർത്തി KTGA വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറയുമ്പോൾ നമ്മൾ 1000-10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ്. ഇവിടെ ഒരു പറഞ്ഞ മാതിരി തന്നെ എന്ത് ദുരിതങ്ങൾ വന്നാലും നമ്മൾ സഹായിക്കുന്നവരാണ്. നമ്മുടെ ആവശ്യം പറയുമ്പോൾ ന്യായം കാണുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു വലിയൊരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ സംഘടനയിൽ എന്തെങ്കിലും പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതല്ല നേതാവാവണമെന്ന് വിചാരിച്ചിട്ടോ അതല്ല അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KTGA പറ്റിയ സംഘടനയല്ല വേറെ പല സംഘടനകളിലും ചേക്കേറാൻ നല്ലതെന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യുന്ന വ്യാപാരം സത്യസന്ധമായി നല്ല രീതിയിൽ സുഗമമായി മറ്റ് നിയമങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ തിരുത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, KD പ്രസേനൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, KTGA സെക്രട്ടറി TS ശ്രീകാന്ത്, ഭാരവാഹികളായ കൃഷ്ണൻ, MN ബാബു, ഷെറീഫ് മഞ്ചേരി, MS സിറാജ്, മുജീബ്, ഷാനവാസ്, കലാം, സീനത്ത്, ഫൈസൽ ശോഭ, മുജീബ് തൃത്താല, അഭിലാഷ് അടവക്കാട് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികനായ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീനാണ് മരിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്താണ് അപകടമുണ്ടായത്. രാവിലെ 8:45 അപകടം. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും വാടാനംകുറിശി ഭാഗത്തു നിന്ന് ഓങ്ങല്ലൂരിലേക്ക് പോകുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ ആണ് മരിച്ചത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ യുവാവിനെ സേവന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും ബസിൻ്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരണപ്പെട്ട മുഹമ്മദ് അമീൻ ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിൽ ജീവനക്കാരനാണ്. രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാടാനംകുറിശി മേട് പെട്രോൾ പമ്പ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് അമിത വേഗതയാണെന്നും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടിയുണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പാലക്കാട് വഴിക്ക് പോണ ബസ്സുകൾ ഈ ഓങ്ങല്ലൂർ വില്ലേജ് വാരണാസി സ്കൂൾ മുതൽക്ക് പൂക്കപ്പടി വരെ ഭയങ്കര ഓവർ സ്പീഡാണ്. പാലക്കാട് ഗുരുവായൂർ വണ്ടിയാണിത് ഇത്രയും സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുന്നത്. മറ്റുള്ള വണ്ടികളൊന്നും തുറന്നൊരു പട്ടാമ്പി ബസ്സുകൾ ഇത്ര സ്പീഡില്ല. ഗുരുവായൂർ പാലക്കാട് ബസ്സുകൾ കൺട്രോൾ ഇല്ലാത്ത പോക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. UP-യിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്നു രാവിലെയാണ് സംഭവം. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടായി. ഇതിനിടെ അങ്കിത്തിൻ്റെ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2 കെയർടേക്കർമാരാണ് ആ സംഭവം. 2 കെയർടേക്കർമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് അവിടെ? അന്തേവാസികളുണ്ട്. മൊത്തം 18 പേരാണ് ഇപ്പം ഈ ഹോമിലുള്ളത്. കമ്മീഷണർ ഇതിന്റെ തുടർ നടപടികൾ ഇപ്പം ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്ത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഷംസുദ്ദീന്റെ ബാഗിൽ നിന്ന് 2 പാക്കറ്റ് ബീഡിയും 5 പാക്കറ്റ് ബീഡി സോക്സിൽ പൊതിഞ്ഞ നിലയിലും 5 പാക്കറ്റ് ബീഡി കിടക്കയ്ക്കടിയിൽ നിന്നും കണ്ടെത്തിയത്. ജയിൽ ജീവനക്കാരുടെ വിശ്രമമുറിയിലായിരുന്നു ഷംസുദ്ദീൻ. പ്രതികൾക്ക് ജയിലിൽ ബീഡി നൽകുകയും ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പുറത്തുവച്ച് പണം വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. 1 വർഷം മുമ്പും ജയിലിൽ ബീഡി കച്ചവടം നടത്തിയതിന് ജീവനക്കാരെ പിടികൂടിയിരുന്നു. ജയിലിൽ ബീഡി വിൽപ്പന നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകുക, റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വീട് കൽപ്പിക്കുമോ വീട് ലഭിക്കുമോ എന്ന് ആലോചിച്ച് ഇവരുടെ വർത്തമാനം കേട്ട്
തകർന്നു വീഴാനായ വീട് പൊളിച്ച് താമസിക്കുന്ന വീട് പൊളിച്ച് ഷെഡിൽ താമസിച്ച ആളുകളുണ്ട്. ശക്തമായ മഴയത്തും അതുപോലെ വെയിലത്തും ഈ കാറ്റുമുള്ള സമയത്ത് അവർ ഷെഡിൽ താമസിച്ച് പാവപ്പെട്ട പെൺകുട്ടികളും വൃദ്ധരായ ആളുകൾക്കും അവർക്ക് അസുഖങ്ങൾ പിടിപെട്ടു. നിവൃത്തി കൊണ്ട് അലർജി മൂലവും മറ്റും അവർക്ക് ജീവിതം തന്നെ ദുസ്സഹമായപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർ നിവൃത്തികേട് കൊണ്ട് വീട് കെട്ടി അത് ലോൺ അടയ്ക്കാൻ പറ്റാതെ അവർ ജപ്തി ഭീഷണിയിലാണ്. ബാങ്കുകാരും സ്വകാര്യ ബാങ്കുകാരും വീട്ടിൽ വന്ന് നോട്ടീസ് പതിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. KP മുനീർ അധ്യക്ഷത വഹിച്ചു. PM സാദിഖ് അലി, ജബ്ബാർ CH, പഞ്ചായത്ത് അംഗം PU റജുല, ഷബിത മുനീർ, ഹസീന CH, PS സുലൈമാൻ, സൈഫുദ്ദീൻ, VP ബഷീർ, KM മുസദിഖ്, ഫാസിൽ OB, KS കമറുദ്ദീൻ, ഷാഫി, നൌഫൽ, അഷ്റഫ്, അബ്ദുൾ റഹിമാൻ സാംബിക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ ബലൂണിന് വീണ്ടും അടിയന്തര ലാൻഡിംഗ്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമാണ് കൂറ്റൻ ബലൂണിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഫെസ്റ്റിൽ പങ്കെടുത്ത ബലൂണാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശികളായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു കൂറ്റൻ ബലൂണിൽ. സുരക്ഷിതമായി പാടത്തിറക്കിയ ബലൂൺ പിന്നീട് കൊണ്ടുപോയി. അടിയന്തര ലാൻഡിങ്ങിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ബലൂണിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കുകളില്ല. ബെൽജിയത്തിൻ്റെ ബലൂണാണ് പാലക്കാട്ട് പറന്നിറങ്ങിയത്. തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ ഫെസ്റ്റിൽ വിവിധ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 10ാമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റ് തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. 7 രാജ്യങ്ങളിൽ നിന്ന് 11 ബലൂണുകളാണ് ഫെസ്റ്റിൻ്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമാരി മുള്ളൻതോട് ഇടിച്ചിറക്കിയിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 20 കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത്. പറക്കാനാവശ്യമായ ഗ്യാസ് തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാട്ടിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പിന്നീട് കമ്പനി അധികൃതർ എത്തി ബലൂൺ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. ചലച്ചിത്ര നടനായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനും നടനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കേരള കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഭരതനാട്യ വിഭാഗത്തിൽ ആദ്യമായാണ് ഒരു പുരുഷ നിയമനം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന ജ്യേഷ്ഠന്റെ വാക്കുകളാണ് അന്വർത്ഥമാകുന്നതെന്ന് ചുമതലയേറ്റ ശേഷം RLV രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ആർജവും ഉണ്ടാവും. അതുതന്നെയാണ് നമുക്ക് ഒരു ശക്തി ഇപ്പോഴും നിലനിൽക്കാനുള്ള ശക്തി ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് RLV രാമകൃഷ്ണന് പുറമെ മറ്റ് 8 പേരുടെ നിയമനം കൂടി ഇന്ന് കലാമണ്ഡലത്തിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ B രാജേഷ് കുമാറിൻ്റെയും വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നിയമനം. He was one of the applicants. രാമകൃഷ്ണൻ അതൊരു ആപ്ലിക്കൻ്റ് ആയിരുന്നു. ആൻഡ് he was the best among the applicants. So the subject experts അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പം ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിൻമെൻ്റാണ്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ടത് RLV രാമകൃഷ്ണനാണ്. പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ UGC വിഭാഗത്തിൽ അല്ലെങ്കിൽ UGC എന്താ പറയുക യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അഴകും സൗരഭ്യവുമായി മലമ്പുഴ പുഷ്പോത്സവത്തിന് തുടക്കം. മലമ്പുഴ ഉദ്യാനത്തിൽ ജലസേചന വകുപ്പും DTPCയും സംയുക്തമായാണ് പൂക്കളുടെ വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. പുഷ്പോത്സവം A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാളം സിനിമയും എടുത്തിട്ടുണ്ട്, തമിഴ്, ഹിന്ദി തുടങ്ങിയിട്ടുള്ള സിനിമകൾ. തമിഴ് ഒന്നല്ല, പല സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രതാപത്തിൽ ഒരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കേരള സർക്കാർ, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ്, ഒരു വല്ലാത്ത ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്
നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം സെക്രട്ടറി കൂടിയായിട്ടുള്ള പാലക്കാട്ടുകാരനായ മന്ത്രിയുടെ മകനാണ് ഇപ്പോൾ ടൂറിസത്തിൻ്റെയും PWയുടെയും ചുമതല വഹിക്കുന്നത്. ആഫ്രിക്കൻ ഫ്രഞ്ച് മേരി, ഗോൾഡ് എന്നീ ഇനങ്ങളിലുള്ള വിവിധ ഇനം ചെണ്ടുമല്ലികൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓർക്കിഡ്, സൂര്യകാന്തി, കോസ്മോസ്, പെറ്റിയൂണിയ, മെരിഗോൾഡ് തുടങ്ങി നിരവധി ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയെ സമ്പന്നമാക്കുന്നു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകം ഉണർത്തുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 22-ന് പുഷ്പോത്സവം സമാപിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികളായ രാധിക മോഹൻ, തോമസ് വാഴപ്പള്ളിൽ, കാഞ്ചന സുദേവൻ, എസ് ഹേമലത, ക്യൂറേറ്റർ പത്മജ പ്രഭാകർ, DTPC ഉദ്യോഗസ്ഥരായ എസ് അനിൽകുമാർ, ഡോക്ടർ സൽബർട്ട് ജോസ്, EE അബ്ദുൽ മുനീർ എന്നിവർ പങ്കെടുത്തു. പുഷ്പോത്സവത്തിൽ ചെടികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 12 നഴ്സറികളിലായി മിതമായ നിരക്കിൽ ചെടികൾ ലഭ്യമാണ്. പാലക്കാടിൻ്റെ തനത് രുചി ആസ്വദിക്കാനും ഇതോടനുബന്ധിച്ച് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രുചിയുടെ പുത്തൻ കൂട്ടൊരുക്കിയാണ് ഭക്ഷ്യമേള. പാലക്കാടിൻ്റെ തനത് വിഭവങ്ങളും ഗോത്ര വിഭവങ്ങളും ഉൾപ്പെടുത്തി 19 വ്യത്യസ്ത ഫുഡ് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് മേഖലയിൽ ഗതാഗത ക്രമീകരണവും പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭിന്നശേഷിക്കാരായ നമുക്ക് 9 ഗുണഭോക്താക്കളാണുള്ളത്. 9 ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങളാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ K അശോകൻ, മുസ്തഫ, അംഗൻവാടി ടീച്ചർ ഉഷാദേവി, ശ്യാമിലി, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. 9 ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരിങ്ങോട്ടുകുറിശി സ്വദേശി ദുബായിൽ പനി ബാധിച്ച് മരിച്ചു. പരുത്തിപ്പുള്ളി പൂതിരിക്കാവ് പരേതനായ ചാമി കമലം ദമ്പതികളുടെ മകൻ 41 വയസ്സുള്ള കാളിദാസനാണ് പനി ബാധിച്ച് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഭാര്യ ചിത്ര, മക്കൾ അഭിഷേക്, അനാമിക, സഹോദരങ്ങൾ ശശി, സന്തോഷ്. കൊപ്പം സ്കൂൾ ഫെസ്റ്റ് ജനുവരി 18-ന് നടക്കും. കൊപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ ഫെസ്റ്റ് എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഫെസ്റ്റിനോടനുബന്ധിച്ച് വിരമിക്കുന്ന പ്രധാന അധ്യാപിക KT ജലജ, അധ്യാപികമാരായ P സുനിത, PP നസീമ, അധ്യാപകൻ KP ബാബുരാജ് എന്നിവർക്ക് യാത്രയപ്പ് നൽകും. രാവിലെ 10-ന് പൂർവ്വ അധ്യാപക സംഗമം, ഉച്ചയ്ക്ക് 2 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, വൈകിട്ട് 6-ന് പൊതുസമ്മേളനം എന്നിവ നടക്കും. പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ വിശിഷ്ടാതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ആദരിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. സോണിയ ടീച്ചറെ A ഷാബിറ ടീച്ചർ ആദരിക്കും. വൈകിട്ട് 7:30-ക്ക് കൈരളി പട്ടുറുമാൽ ഫെയിം ഷഹജ നയിക്കുന്ന കലാസന്ധ്യയും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉൾപ്പെടുന്ന യാത്രയപ്പ് സമ്മേളനവും നടക്കുന്നു. അതിനുശേഷം പട്ടുറുമാൽ ഫെയിം ഷഹജയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാനസന്ധ്യയും സ്കൂളിൽ സംഘടിപ്പിക്കുന്നതിന് എല്ലാ മാന്യ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 1968 സ്ഥാപിതമായ വിദ്യാലയം 57-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്.
സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 390 വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 240 വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 1550 വിദ്യാർത്ഥികളുമുണ്ട്. പട്ടാമ്പി സബ് ജില്ലയിൽ 3 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക വിദ്യാലയമാണിത്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ടി ഉണ്ണികൃഷ്ണൻ, ടി കൃഷ്ണകുമാർ, കെ അബ്ദുൾ ഷുക്കൂർ, എൻ ശ്രീലത, ടി കെ സാജിദ്, കെ ടി ജലജ, ടി ഷജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണന മൂലമാണ് കേരളത്തിലെ അനേകം നെയ്ത്തുഗ്രാമങ്ങൾ ഇല്ലാതായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായി ഭരണക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നില്ല. പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം. പ്രതിസന്ധിയിലായ വസ്ത്ര വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് UPയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ. മണ്ണൂരിൽ ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനത്തിൽ അപാകതയാരോപിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകണമെന്നും റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകണമെന്നും പ്രധാന ആവശ്യം. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു. കലാമണ്ഡലം ഭരതനാട്യ വിഭാഗത്തിൽ പുരുഷ അധ്യാപക നിയമനം ഇതാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.